ഇന്ത്യ നേപ്പാൾ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. മോദിയുടെ നയതന്ത്ര മികവിൽ മിക്ക രാജ്യങ്ങളും ഭാരതത്തോട് കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നേപ്പാൾ സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖാനലുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് പുതിയൊരു നീക്കം ഉണ്ടാകണം എന്നൊരു നിലപാടിൽ അല്ലെങ്കിൽ ആ നിലപാട് ഇവിടെ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്നും അതിന്റെ പൂർണ്ണ ശേഷി പ്രയോജനപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും ഇടപെടലിനെ അത് നിർണായകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കുമെന്നും ഇവിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ നേപ്പാൾ അത് ആ ഒരു രീതിയിൽ ദിശ നിർണയിക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു ഇവിടെ നടന്നിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വികസന സഹകരണം, കണക്ടിവിറ്റി, വ്യാപാരം, ഗതാഗതം, ഊർജം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ തന്നെ ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും ഇരു മന്ത്രിമാരും അവലോകനം ചെയ്തതായും ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ദൃഢനിശ്ചയം പ്രകടിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ തന്നെ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ തന്നെ ഇരു രാജ്യങ്ങളുടെയും പരസ്പര അഭിവൃദ്ധി, പുരോഗതി, ക്ഷേമം എന്നിവയ്ക്കായി തന്നെ നേപ്പാളുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധത്തിന് നേപ്പാൾ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നുവെന്നും ബാലൻ ഷായുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആകട്ടെ ന്യൂഡൽഹിയുമായി അവിടെ വലിയ രീതിയിലുള്ള അർത്ഥവത്തായ സംഭാഷണത്തിന് തയ്യാറാണ് എന്നും ഈ യോഗത്തിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സംഭവങ്ങളുടെ ഭാരം ഞങ്ങൾക്കില്ല എന്നും ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽക്കാരനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയുമായ ഒരു യഥാർത്ഥ പരിവർത്തനാത്മക ബന്ധം ഇവിടെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2015 ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യയുടെ പുനർനിർമ്മാണ സഹായത്തിന്റെ ഭാഗമായി നേപ്പാളിൽ പൂർത്തിയാക്കിയ 72 ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും അവിടെ എസ് ജയശങ്കർ ഡിജിറ്റലായി തന്നെ കൈമാറി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യക്തിഗത പണം കൈമാറ്റം സുഗമമാക്കുന്നതിന് ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന ഒരു സ്വകാര്യവും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഈ പദ്ധതിയിലേക്ക് ഇരു മന്ത്രിമാരും സംയുക്തമായി തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി തന്നെ നടന്ന ചർച്ച ഫലപ്രദമായിരുന്നു എന്നതാണ് ജയശങ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വികസനം, കണക്ടിവിറ്റി, ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ തന്നെ വികസനം, സംസ്കാരം, കായികം എന്നീ മേഖലയിലെ സഹകരണം, ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു ചർച്ചകളിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ജനങ്ങളുടെ പരസ്പര പുരോഗതി, സമൃദ്ധി, ക്ഷേമം എന്നിവയ്ക്കായി തന്നെ നേപ്പാളുമായി അടുത്തു പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചതായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നതാണ് ഈ സന്ദർശനം ആരംഭിച്ച വേളയിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.